ശ്രീ പ്രശാന്ത്, മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഈ വിഷയം കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. പ്രത്യേകിച്ചും ഒരു മതം വാർത്തയാക്കുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്. ഇത് ദേശ സുരക്ഷയ്ക്കടക്കം വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ജനം ഡിബേറ്റ് ഈ വിഷയം, ജനം TV ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സംസ്ഥാനത്ത് നടക്കുന്ന ഈ അസാധാരണ സംഭവങ്ങളെ കാണുന്നത്? ഭാരതത്തിന് അകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇത്തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് സംഘടിക്കുന്നതിനോ യോഗം ചേരുന്നതിനോ യാതൊരുവിധ തരത്തിലുള്ള വിലക്കുമില്ല. പക്ഷേ ഈ ചേരുന്ന യോഗങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഹാംഫുൾ അല്ലാത്ത തരത്തിൽ ഇത്തരത്തിൽ യോഗം ചേരുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇത്തരത്തിൽ യോഗം ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകൾ സംഘടിക്കുന്ന സമയത്ത് ആ യോഗത്തിനകത്ത് വരുന്ന ആളുകൾ ഏത് തരത്തിലുള്ള ആളുകളാണ് എന്നതാണ് ഇവിടെ വിഷയം. ഇവിടെ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ 2 ഉദാഹരണങ്ങൾ ഇവിടെ പറയാം. കഴിഞ്ഞ ആഴ്ച അങ്കമാലിയിൽ നിന്ന് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തത് വയലേഷൻ ഓഫ് റൈറ്റ്സ് അണ്ടർ ഫോറിൻ ആക്ട് 1946 പ്രകാരമാണ്. അതായത് വ്യാജ ആധാർ കാർഡ് 2017 മുതൽ ഉപയോഗിച്ചതിന് വേണ്ടി 2 പേരെ അങ്കമാലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ എന്തിനു വേണ്ടി വന്നു? ഇവരിത്തരത്തിൽ ഇവിടെ വന്ന് എന്ത് ആവശ്യങ്ങളുമായാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പലതരത്തിൽ വരുന്ന ആളുകൾ, അത് ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളാണെങ്കിലും മറ്റേതെങ്കിലും സംവിധാനത്തിൻ്റെ ഭാഗമായി വരുന്ന ആളുകളാണെങ്കിലും, ഇത്തരത്തിൽ വരുന്ന ആളുകളെല്ലാവരും ഇന്ത്യൻ പൗരന്മാർ തന്നെയാണോ എന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ടാണോ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ പ്രവേശിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 1 മാസം മുൻപ് ജനുവരി മാസം 31-ാം തീയതി എറണാകുളത്ത് നിന്നും 27 ഇല്ലീഗൽ മൈഗ്രൻസിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാനുള്ള കാരണം എന്താ? അപ്പോൾ നമ്മുടെ കേരളത്തിൽ പല രീതിയിലുള്ള ആളുകൾ അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്ക് വരുന്ന ആളുകൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ കേരളത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തിന് തുരങ്കം വയ്ക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്ക് എത്തുന്ന ആളുകളെ അവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആ വന്നിരിക്കുന്ന ആളുകൾ അവരെ ബംഗാളിൽ നിന്ന് വന്ന ആളുകളാണോ അതോ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളാണോ എന്ന് ഇവിടുത്തെ ആളുകൾക്ക് കൃത്യമായ ബോധ്യമില്ല. ഇവിടെ കേരളത്തിനകത്ത് ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ നിരവധി ക്രൈമുകളിൽ ഏർപ്പെട്ട കാഴ്ച നമുക്ക് തന്നെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ചരിത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, പല തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് ലഹരി കേസുകളിലെ മറ്റു ക്രൈം ആക്ടിവിറ്റികളിലെ എല്ലാത്തിലും ഇത്തരത്തിൽ വരുന്ന ആളുകളുണ്ട്. തുടർന്ന് അവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോഴാണ് അവരെ മറ്റു സംസ്ഥാനത്തു നിന്ന് മാത്രമല്ല ഇല്ലീഗലായിട്ട് ഈ സംസ്ഥാനത്തിനകത്തേക്ക് നുഴഞ്ഞ് കയറിയിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ സംഗമങ്ങളും ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചു ചേർത്തിയിട്ടുള്ള യോഗങ്ങളും സംഘടിപ്പിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുള്ളത്. ഇപ്പോൾ ഇവിടെ ചൈനയിലെ വലിയ രീതിയിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുള്ള ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഉയ്ഗർ മുസ്ലിംസ് എന്നാണ് അവരെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഉയ്ഗർ മുസ്ലിംസിന്റെ അവരുടെ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. അതിന് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ പരിശീലനം ലഭിച്ച ആളുകൾ ഇന്ത്യക്കകത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് പല ഭീകരവാദ പ്രവർത്തനങ്ങളും നടത്താൻ ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ആളുകൾ ഒരു സമൂഹത്തിന് മുഴുവൻ ദോഷം ചെയ്യുന്ന രീതിയിൽ മാറിയിരിക്കുകയാണ്. അവിടെയാണ് ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന സമയത്ത്
അതിനകത്ത് വന്നിരിക്കുന്ന ആളുകൾ ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് കൃത്യമായ ബോധ്യമില്ല. ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വരുന്ന ആളുകൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഈ വരുന്ന ആളുകൾ കേരളത്തിനകത്തേക്ക് ജോലി അന്വേഷിച്ചാണെങ്കിലും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കാണെങ്കിലും വരുന്ന ആളുകളെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള വാർത്തയാക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നതിനോ ഇവിടുത്തെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മുതിരുന്നില്ല. കാരണം അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചുകൊണ്ട് പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇവിടുത്തെ വോട്ടിന് വേണ്ടി ഇവിടുത്തെ സംസ്ഥാന സർക്കാർ വോട്ടുകൾക്ക് വേണ്ടി ഒരു രാജ്യത്തെ തന്നെ ഒറ്റിക്കൊടുക്കുന്ന സമീപനത്തിലേക്ക് ചിലരെങ്കിലും മാറുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ.